വിദ്യാഭ്യാസ വകുപ്പിൽ മാത്രമാണ്, ആരോഗ്യ വകുപ്പിലാകട്ടെ മറ്റു വകുപ്പുകളിലാകട്ടെ കേന്ദ്രത്തിന്റെ നിർബന്ധങ്ങൾക്ക് പലപ്പോഴും കേരളം വഴങ്ങിയിട്ടുണ്ട്. ഈ ഫണ്ടിന് വേണ്ടി നമ്മുടെ നയങ്ങൾ അല്പമൊക്കെ മാറ്റിവെക്കാം എന്നൊരു വിഷയത്തിൽ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ നിലപാടെന്താണ് പൊതുവിൽ അക്കാര്യത്തിൽ? ഫണ്ട് പ്രധാനമാണ് എങ്കിൽ കൂടി ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത് ചർച്ച ചെയ്ത ഒരു അഭിപ്രായം രൂപീകരിക്കട്ടെ. അത് രൂപീകരിച്ച് കഴിയുമ്പോൾ അതിന്മേൽ ഓരോന്നും ഇപ്പൊ പ്രവർത്തിക്കുന്നത് LDF ഗവൺമെന്റ് ആണല്ലോ. അവര് ചർച്ച ചെയ്തൊരു അഭിപ്രായം രൂപീകരിച്ച് കഴിയുമ്പോൾ അതിലെന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ അതോ അത് തന്നെ അംഗീകരിക്കാവുന്നതാണോ എന്ന് പിന്നെ CPM-ന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് തീരുമാനിക്കാൻ കഴിയും. ഇപ്പൊ മതിയല്ലോ. എങ്ങനെ ഈ നരേന്ദ്രമോദി നയിക്കുന്ന ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ രംഗത്തെ നയം വിദ്യാഭ്യാസത്തെ കച്ചവടവൽക്കരിക്കുകയാണ് ഒന്ന്, മറ്റൊന്ന് സകലതും കേന്ദ്രീകരിക്കുകയാണ്, മറ്റൊന്ന് വർഗീയവൽക്കരിക്കുകയാണ്. 3 C ആണ്: സെൻട്രലൈസേഷൻ, കമ്മ്യൂണലൈസേഷൻ, കമേഴ്സ്യലൈസേഷൻ. ഇത് 3 അവിടെ ഉറച്ചു നിൽക്കുകയാണ് ഇടതുപക്ഷം. ബീഹാറിൽ എന്താ സംഭവിക്കുന്നത്? ബീഹാറിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പിന് മുമ്പേ ചർച്ച തുടങ്ങിയതാണ്. പക്ഷേ മഹാഗഠബന്ധൻ ഇപ്പോൾ ആകെ പൊളിഞ്ഞ രൂപത്തിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. പലപ്പോഴും ഈ CPI-യും കോൺഗ്രസും നേരിട്ട് മത്സരിക്കുന്നു, RJD-യും കോൺഗ്രസും നേരിട്ട് മത്സരിക്കുന്നു. എന്താണ് ബീഹാറിൽ സംഭവിച്ചത് ഇന്ത്യ സഖ്യത്തിൽ? സഖാവടക്കം അവിടെ പോയിട്ട് പ്രചാരണത്തിൽ സജീവമായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരു കൃത്യമായിട്ടൊരു സീറ്റ് വിഭജനത്തിലേക്കൊക്കെ എത്താതെ മുന്നണി പരാജയപ്പെട്ടു എന്നാണോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നത്? അല്ല, ബീഹാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാം, ബീഹാറിന്റേതായ ചില പ്രത്യേകതകളുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരു ബീഹാറിയൻ സ്റ്റൈലിലാണ് അവിടെ നടക്കുക. അത് നമുക്കെല്ലാം അറിയാവുന്നതാണല്ലോ. അപ്പൊ അതിന്റെ ചില പ്രയാസങ്ങൾ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അതിലേറ്റവും ഇടതുപക്ഷത്തിന് ഒരു ഭാഗികമായ തൃപ്തികരമായ കാര്യം, കൂടുതൽ സീറ്റ് മത്സരിക്കാൻ ഇടതുപക്ഷത്തിന് അവകാശമുണ്ടെങ്കിൽ പോലും ഇപ്പോ ഇടതുപക്ഷത്തിന് എത്ര സീറ്റ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു തീരുമാനമായി കഴിഞ്ഞു. ഞങ്ങൾ അതിനപ്പുറം ഉള്ള അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല. എന്നാൽ അത്തരം ചില സീറ്റുകളിലും ചില പരസ്പര മത്സരം വരുന്നുണ്ട്. അത് ഒഴിവാക്കാൻ സഹായകമായ ചർച്ചകൾ നടത്തുകയാണ് ഇടതുപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാർ. ഇപ്പം ഞാൻ ഡൽഹിയിൽ എത്തിയതിൽ നിന്നാണ് ഞങ്ങൾ കൂടിയാലോചിക്കുന്നുണ്ട്. ഘടക പാർട്ടികളായിട്ടുള്ള അവിടുത്തെ ഈ വിശാല മുന്നണിയെ നയിക്കുന്നത് RJD ആണ്. RJDയുടെ നേതൃത്വവുമായും കോൺഗ്രസ് നേതൃത്വവുമായും ഇടതുപക്ഷ പാർട്ടികളുടെ സംഭാഷണം ഉണ്ടാവും ഇന്നും നാളെയുമായി. അത്തരത്തിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചെറിയ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാതെ തുടർന്നാൽ പോലും ഈ വോട്ട് ചോർ ഖടി ഛോഡ് എന്ന മുദ്രാവാക്യം, തൊഴിലിന്റെ പ്രശ്നം എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ്. ബീഹാറിൽ തൊഴിലിന്റെ വലിയൊരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും തേജസ്വി യാദവ് ഈ തൊഴിലില്ലാത്ത യുവാക്കളുടെ പ്രശ്നമാണ് ശക്തമായിട്ട് ഉന്നയിച്ചത്. ഈ തെരഞ്ഞെടുപ്പിലും തൊഴിലില്ലായ്മ പ്രശ്നം ഏറ്റവും ഗൌരവമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. അവിടെ പലതവണ പോയപ്പോൾ ജനങ്ങൾക്കിടയിൽ വളരെ അനുകൂലമായി തേജസ്വി യാദവിനും RJD നയിക്കുന്ന ഈ കൂട്ടുകെട്ടിനും അനുകൂലമായ ഒരു അന്തരീക്ഷമുണ്ട്. അതുകൊണ്ടാണ് 10,000 രൂപ വീതം സ്ത്രീകൾക്കെല്ലാം കൊടുക്കുന്ന പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പറ്റുമെന്ന് അവർ നോക്കുന്നത്. അതൊന്നും ഒരു ചലനവും ഉണ്ടാക്കിയില്ല. ഈ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള കൂട്ടുകെട്ടിന് അഭിമാനകരമായ ഭൂരിപക്ഷം ബീഹാറിൽ ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം. കോൺഗ്രസ് കൂടുതൽ ഈ പ്രശ്നങ്ങളിൽ സജീവമാകണം, ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിയുടെയൊക്കെ ഇടപെടൽ കുറച്ച് കുറഞ്ഞുപോയി എന്നൊരു അഭിപ്രായമുണ്ട്. അങ്ങനെ ഒരു വിമർശനം പല ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇല്ല, ബീഹാറിൽ പല ഘട്ടങ്ങളിൽ ഇപ്പൊ ശ്രീ രാഹുൽ ഗാന്ധിയും ഞാനും കൂടെ പങ്കെടുത്തുകൊണ്ട് തന്നെ 2 പരിപാടികൾ അവിടെ നടന്നു. അതിന് പുറമെ അദ്ദേഹം ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നോ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നോ വേണ്ടത്ര ശ്രദ്ധ ഇല്ല എന്നുള്ള ആശയമൊന്നും ഞങ്ങൾക്ക് ആർക്കുമില്ല. നിങ്ങൾക്കൊക്കെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ആഹ്ലാദിക്കാൻ കഴിയും. BJPയുടെയും കൂട്ടുശക്തികളുടെയും പതനത്തിന്റെ തുടക്കം ബീഹാറിൽ നിന്നായിരിക്കും. കേരളയിലെ ചില മാറ്റങ്ങൾ വരും എന്നാണ്. അതെല്ലാം സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുന്നത് അവിടുത്തെ കാര്യങ്ങളല്ലേ. ഇതുപോലെ ബീഹാർ വരെ നമുക്കെടുക്കാം, ബാക്കിയുള്ളത് വിടാം. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ഇപ്പോഴും പരിപാടികളിൽ നിന്ന് അവഗണിക്കുന്നു എന്ന വാർത്ത വരുന്നു. പിന്നീട് ഇങ്ങനെ തർക്കം വരുന്നു, നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വരുന്നു. അതിനെങ്ങനെ പാർട്ടിയിൽ നിന്ന് മുതിർന്നൊരു നേതാവ് കൂടിയാണ്, അങ്ങേക്ക് ഒപ്പം പ്രവർത്തിച്ച ആൾ കൂടിയാണ്. എനിക്കൊപ്പമല്ല, എന്റെ സീനിയറായിരുന്നു അദ്ദേഹം. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞപ്പോഴാണ്, ആ ഒഴിവിലാണ് ഞാൻ സംസ്ഥാന പ്രസിഡന്റ്. ഞങ്ങളൊക്കെ തമ്മിൽ വളരെ ഉറ്റ ബന്ധമാണുള്ളത്. CPIM-നും ഇടതുപക്ഷത്തിനെതിരായ ഒരു നിലപാടും സഖാവ് G. സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. ഞങ്ങൾ തമ്മിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് സഖാവ് G. സുധാകരൻ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്.
ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പാർട്ടിയും പ്രസ്ഥാനവുമായിട്ട് തന്നെ ഉറച്ചു നിൽക്കും എന്നുള്ളത് നിങ്ങൾക്കൊന്നും ഒരു സംശയം ആവശ്യമില്ല. പാർട്ടിയിൽ നിന്ന് അവഗണനയുണ്ടോ? ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു വിവാദ പരാമർശം ഉണ്ടായി. അതായത് ബിന്ദു അമ്മിണി പോലെയുള്ള ആളുകൾക്ക് ബീഫും പൊറോട്ടയും വാങ്ങി കൊടുത്തുകൊണ്ടാണ് CPM ശബരിമല പ്രവേശനം നടത്തിയെന്നുള്ളത്. ഒരു വർഗീയ പരാമർശം അല്ലെങ്കിൽ വർഗീയ ധ്രുവീകരണത്തിനൊരു ശ്രമമാണോ കോൺഗ്രസ് നടത്തുന്നത്? കോൺഗ്രസ് അല്ല, കോൺഗ്രസിന്റെ ഒപ്പം ഇപ്പോൾ നിൽക്കുന്ന ശ്രീ NK പ്രേമചന്ദ്രനാണ്. ഇത്തരത്തിലേക്കുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ശ്രീ NK പ്രേമചന്ദ്രൻ നടത്താൻ പാടില്ലായിരുന്നു. കാരണം കേരളമെന്ന് പറഞ്ഞാൽ മതസാമുദായിക സൗഹാർദ്ദത്തിന്റെ ഒരു നാടാണ്. അപ്പം നമ്മൾ പറയുന്നത് എന്തും മതസൗഹാർദ്ദത്തിനും മതനിരപേക്ഷതയ്ക്കും സമുദായ സൗഹാർദ്ദത്തിനും സഹായകരമായതാവണം. ഏതെങ്കിലും ഒരു പാർട്ടിയെയോ മുന്നണിയെയോ ജനമധ്യത്തിൽ അല്പം താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അനവസരത്തിൽ പറയാൻ പാടില്ല. എന്റെ പ്രിയ സുഹൃത്ത് സഹ പ്രേമചന്ദ്രൻ ഇക്കാര്യത്തിൽ ഭാവിയിലെങ്കിലും ശ്രദ്ധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.